കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കരുത്, കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് മാതൃകയിൽ പഠിക്കരുത്, ജയിലിനകത്ത് പോകും. ജയിലിനകത്ത് പോയാലോ നിങ്ങളുടെ പേരും ഫോട്ടോയും ഞാനും പ്രസിദ്ധീകരിക്കും. നമസ്കാരം, ഞാൻ MK തോമസ്. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, കർണാടകയിൽ വിവിധ തട്ടിക്കൂട്ട് മാർഗത്തിൽ നിങ്ങളൊക്കെ നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൽ എങ്ങനെയാണ് വ്യാജ നേഴ്സിംഗ് പഠനം നടക്കുന്നത് ഞാൻ വിശദീകരിച്ചു. ഈ മാർഗത്തിലൂടെ ക്ലാസ്സിൽ കയറാതെ കേരളത്തിലിരുന്നോ മറ്റു സംസ്ഥാനങ്ങളിലിരുന്ന് പഠിച്ച് കർണാടക വന്ന് പരീക്ഷ എഴുതി പാസ്സായി. കർണാടക സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ വാങ്ങിച്ച് അതിനുശേഷം ഇവർ ഇതേ മാതൃകയിൽ പഠിക്കുന്നതാണ് പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ് കോഴ്സ്. ഇതേപോലെ തന്നെ ക്ലാസ്സിൽ കയറത്തില്ല, അറ്റൻഡ് ചെയ്യത്തില്ല, എല്ലാ തട്ടിക്കൂട്ട് മാർഗത്തിലൂടെ. ഈ PBBSc പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? വീണ്ടും അപ്ഗ്രേഡ് ചെയ്യും. MSc നേഴ്സ്, പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ഈ തട്ടിപ്പിൽ കൂടെ പോകുന്നവർ സൂക്ഷിക്കണം. പരാതികൾ കയറിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ 2019 ഈ പഠനം, ഈ നിയമവിരുദ്ധമായ മാർഗത്തിലുള്ള പഠനം CBI അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കർണാടക ഹൈക്കോടതി കിടക്കുന്ന കേസ്, റിട്ട് പെറ്റീഷൻ, പൊതു താൽപര്യ ഹർജിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പഠിച്ച് പാസ്സായി പോവരെ പോലീസ് തപ്പിയെടുത്ത് അറസ്റ്റ് ചെയ്യട്ടെ. ഇവർ പഠിച്ചത് വ്യാജമായിട്ട് പഠിക്കുമ്പോൾ, ക്ലാസ്സിൽ കയറാതെ പഠിക്കുമ്പോൾ അവരുടെ എല്ലാ രേഖകളും പല സ്ഥലങ്ങളിലും കിടപ്പുണ്ട്. വിദേശത്തിരുന്നുകൊണ്ട് ഈ കോഴ്സുകൾ ഇവിടെ പഠിക്കുന്നവർ അവരുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ അവരുടെ എല്ലാ യാത്രാ രേഖകളും അടങ്ങിയിരിക്കുന്നു. കർണാടകയിലെ ക്ലാസ്സിൽ ഇരുന്നാ പഠിക്കുന്ന വ്യാജ അഫിഡവിറ്റ് കൊടുത്ത വ്യാജ നേഴ്സുമാർ ഒന്നോർക്കണം, ബോംബെയിലോ കൽക്കട്ടയിലോ ഡൽഹിയിലോ ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ നമ്പറുണ്ട്. ഇത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ MScക്ക് അഡ്മിഷൻ എടുത്ത് പഠിച്ചുകൊണ്ട് വ്യാജ മാർഗത്തിൽ കൂടെ പഠിച്ച് കർണാടകയിലെ വിവിധ കോളേജുകളിൽ അധ്യാപകരായിട്ട് സേവനം ചെയ്യുന്ന കുറേ തട്ടിക്കൂട്ടുകാരുമുണ്ട്. അവരും സൂക്ഷിക്കണം, അകത്തു പോകും. അത് ഉറപ്പാണ്. ക്രിമിനൽ ഒഫൻസാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. ദയവായിട്ട് നിങ്ങൾ ഇതിങ്ങനെ പഠിക്കരുത്. രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ ഓരോ പൗരന്മാർക്കും കടമയുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. അതൊന്ന് കാത്തു സൂക്ഷിച്ചേ. ഇന്ത്യൻ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും എന്തുമാത്രം ബഹുമാനമുള്ളത്. നിങ്ങളായിട്ട് അത് കളയരുത്, കളയാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ കൊല്ലം എടുത്തിട്ടുണ്ട്. 2024-25 100 പേരാണ് ഈ പോസ്റ്റ് ബേസിക് MSc വ്യാജ മാർഗത്തിലൂടെ പഠിക്കാനായിട്ട് അഡ്മിഷൻ എടുത്തവർ. കുടുങ്ങിയിരിക്കും. ഇനിയും ഇത് എന്നെ ശ്രവിക്കുന്നവർ എനിക്കെതിരെ പൊങ്കാലയിടാൻ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിലോ ഈ കോഴ്സുകൾ ക്ലാസ്സിൽ കയറാതെ ഡിസ്റ്റൻസ് ആയിട്ടോ കറസ്പോണ്ടൻസ് ആയിട്ടോ പഠിക്കാമെന്ന് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പേപ്പർ കാണിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തിയേക്കാം. പറ്റുമോ? ഇല്ലേ? സൂക്ഷിച്ചോ. വരുന്ന 17-ാം തീയതി മുതൽ ഞാൻ കൊടുത്ത പരാതികൾ സ്വീകരിച്ചു. ഇനി എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ വരുന്ന 17-ാം തീയതി മുതൽ തുടർച്ചയായിട്ട് ലൈവ് വരുന്നു. ഈ പരീക്ഷ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ നടക്കുന്ന പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവർ ചെയ്ത കുറ്റകൃത്യം പൂർത്തിയാകുകയാണ്. ഈ കുറ്റകൃത്യം നടത്തുന്നവരാരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള വിശദ വിവരങ്ങൾ ഓരോ കോളേജിൻ്റെയും പേര് എടുത്തു പറഞ്ഞ് ആ കോളേജിൽ അറസ്റ്റിലാകാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ, ഉഡായിപ്പ് നേഴ്സുമാരുടെ പേരും വിവരങ്ങളും ഞാൻ പ്രസിദ്ധീകരിക്കുന്നു. തടയാൻ പറ്റുമെന്നുള്ളവന്മാർ എന്നെ ഞാൻ വ്യാജമാണെന്ന് പറഞ്ഞ് എന്നെ പരാതി കൊടുത്ത് എന്നെ കൊണ്ട് ജയിലിലടയ്ക്കുക പറ്റുമോ? ഇല്ലേ? ഉഡായിപ്പന്മാർ ജയിലിൽ പോയിരിക്കും. ഇനി വേറൊരു കാര്യം കൂടെ 2019 ഞാൻ വേറൊരു കാര്യം അനൗൺസ് ചെയ്യുന്നു, ഒരു പുസ്തകം.
അന്ന് തട്ടിക്കൂട്ട് വ്യവസ്ഥ ക്ലാസ്സിൽ കയറാതെ ഉടായ്പക്കൂടെ കള്ളത്തരത്തിൽ പഠിച്ച 35,000 മേളിൽ നേഴ്സുമാരുടെ ഡീറ്റെയിൽസും ഫോട്ടോയും ഞാൻ എടുത്തു വെച്ച കയ്യിൽ വിവരാവകാശ നിയമപ്രകാരം. അത് ഞാൻ ഫ്രോഡ് ആൻഡ് ഫേക്ക് നേഴ്സസ് ഫ്രം ഇന്ത്യ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് ഞാൻ അനൗൺസ് ചെയ്തു. ഈ പേടിച്ച് പരിഭ്രമിച്ച് വളരെ വീണ്ടും പരിഭ്രാന്തരായ ഈ മാനേജ്മെൻറ്റ് എനിക്കെതിരെ എന്നെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കാലുപോയത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ വെറുതെ വിടുവോ? ഇല്ല. അന്ന് പ്രസിദ്ധീകരിക്കാൻ ഞാൻ ആസൂത്രണം ചെയ്ത് അനൗൺസ് ചെയ്ത പുസ്തകം ഇനിയും വരും. അന്ന് 35,000 ഉള്ളായിരുന്നു. ഇന്ന് ഈ അന്വേഷണം പൂർത്തിയാക്കി ഇവരെല്ലാവരും കൂടെ കുടുങ്ങിക്കഴിയുമ്പോൾ അവിടെ എല്ലാവരും ഫോട്ടോ എടുത്ത് ഞാൻ പ്രസിദ്ധീകരിക്കും. വ്യാജമാർ എന്നും പറഞ്ഞു. അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ദയവായിട്ട് വ്യാജ നേഴ്സിംഗ് പഠനം, കറസ്പോണ്ടൻസ്, ഡിസ്റ്റൻസ് എല്ലാം കളയുക. GNM പഠിക്കരുത്, പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ് അങ്ങനെ പഠിക്കരുത്, MSc നേഴ്സിംഗ് അങ്ങനെ പഠിക്കരുത്. രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ സൂക്ഷിച്ചിരിക്കുക, ശ്രമിക്കുക. 17-ാം തീയതി മുതൽ ഞാൻ ലൈവ് വരുന്നു. ഒരുപാട് സ്ഥാപനത്തിൽ വ്യാജമാർഗത്തിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ എഴുതാൻ വരുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ പേരും വിവരങ്ങളും പുറത്തുവിടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെല്ലുവിളിക്കാൻ എന്നെ വെല്ലുവിളിച്ച് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തൻ്റെ ഇടമുള്ളവന്മാർ ചെയ്യങ്ങനെ. എന്തിരുന്നാലും എന്ത് സമ്മർദ്ദമാണെങ്കിലും ഞാനിതെല്ലാം പുറത്തു വിടും. നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ പറഞ്ഞോ. അപ്പോൾ പുതിയ അപ്ഡേഷനായിട്ട് വരാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.